വാങ്ചുക്കിനോട് രാഹുൽ ഗാന്ധിക്ക് യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ കാണാനായി തന്റെ വിദേശ പര്യടനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു മടങ്ങിയെത്തുമായിരുന്നു. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. വാങ്ചുക്കിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടിയുമായി NDA നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്രത്തിന്റേത് കള്ളത്തരവും ആക്രമണവുമാണെന്ന രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനു പിന്നാലെയാണ് ഭരണകക്ഷി നേതാക്കൾ കൂട്ടത്തോടെ രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധിക്ക് വംശീയ രാഷ്ട്രീയത്തിലാണ് വിശ്വാസമെന്നും നെഹ്റു കുടുംബത്തിനു പുറത്തുള്ള ആരും ഇന്ത്യ ഭരിക്കരുതെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് കുറ്റപ്പെടുത്തി. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു ചായക്കച്ചവടക്കാരൻ എങ്ങനെ പ്രധാനമന്ത്രിയായി തുടരുന്നു എന്നതാണ് രാഹുലിന്റെ യഥാർത്ഥ വേദനയെന്നും വിദേശ പര്യടനങ്ങളിൽ രാജ്യത്തെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിക്കുകയാണ് രാഹുൽ ചെയ്യുന്നതെന്നും ഗിരിരാജ് സിംഗ് ആരോപിച്ചു. സോനം വാങ്ചുക് ജന്തർ മന്ദറിൽ നിരാഹാരത്തിൽ ഇരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി യൂറോപ്പിലായിരുന്നുവെന്ന് BJP ദേശീയ വക്താവ് ഷാനവാസ് ഹുസൈൻ ചൂണ്ടിക്കാട്ടി. വാങ്ചുക്കിനെ കാണാൻ വിദേശയാത്ര ചുരുക്കാതിരുന്ന രാഹുൽ തിരിച്ചെത്തിയ ശേഷം ഉത്തരാഖണ്ഡിലേക്ക് പോവുകയാണ് ചെയ്തതെന്നും ജനങ്ങളിൽ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ സർക്കാരിന് ആശങ്കയുണ്ടെന്നും ഹുസൈൻ കൂട്ടിച്ചേർത്തു. 1974 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്തും ആക്രമണത്തിലൂടെ അധികാരം നിലനിർത്തിയ കോൺഗ്രസ് ആണ് ഇപ്പോൾ അഹിംസയിൽ വിശ്വസിക്കുന്നവരെ ആക്രമികളെന്ന് വിളിക്കുന്നതെന്നും JDU MLA ശ്യാം രജക് പറഞ്ഞു. അതേസമയം CJP സമരപ്പന്തലിൽ നിന്ന് ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയ സോനം വാങ്ചുക് ചികിത്സ നിരസിച്ചു. ഭക്ഷണമോ മരുന്നോ സ്വീകരിക്കാൻ വാങ്ചുക് തയ്യാറായില്ല. ലക്ഷ്യം കാണുന്നതുവരെ പിന്മാറില്ലെന്നും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹത്തിന്റെ സന്ദേശം. ഭാര്യ ഗീതാഞ്ജലി അക്മോയാണ് സന്ദേശം നൽകിയത്. തന്നെ എത്രയും വേഗം വിട്ടയക്കണമെന്ന് വാങ്ചുക് ആവശ്യപ്പെട്ടതായാണ് വിവരം. സമാധാനപരമായ രീതിയിൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകണം. പാർലമെന്റ് മാർച്ച് അടക്കമുള്ള മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരിപാടികൾ തുടരണമെന്നും സന്ദേശത്തിൽ പറഞ്ഞു. ഇന്നലെയാണ് സോനം വാങ്ചുക്കിനെ ജന്തർ മന്ദറിലെ സമരപ്പന്തലിൽ നിന്ന് പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത്. നിലവിൽ സോനത്തിന്റെ പൾസ്, BP, ഓക്സിജൻ നില സാധാരണ നിലയിലാണെന്നും നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എയിംസിലെ വിദഗ്ധ ഡോക്ടറും ചികിത്സാ സംഘമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. IV ദ്രാവകം സ്വീകരിക്കാൻ സോനം വിസമ്മതിച്ചുവെന്നും ORSഉം മരുന്നുകളും നിരസിച്ചു. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാക്കുമെന്ന് ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സോനത്തെ ആശുപത്രിയിൽ നിന്ന് വിട്ടുവരുന്നതുവരെ സമരപ്പന്തലിൽ അഭിജിത്ത് K, SFI ദേശീയ പ്രസിഡന്റ് ആദർശ് M സച്ചി എന്നിവർ നിരാഹാര സമരം തുടരാനാണ് തീരുമാനം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.